ചത്ത പച്ച അടുത്തൊരു പീക്ക് ലെവൽ എൻ്റർടൈനറായിട്ട് അവർ വന്നിരിക്കുകയാണ് ഗൈസ്. അടിപൊളി മൂവിയാണ്. കാരണം ഒരു എന്താണ് അവരുടെ കണ്ടൻറ്റ് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ എടുത്തു വെച്ച മൂവിയാണ്. കാരണം ആവശ്യമില്ലാത്ത മറ്റേ പ്രേമോ ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇമോഷനോ അങ്ങനത്തെ ഒരു സാധനം കുത്തി നിറയ്ക്കാതെ അവരുടെ മെയിൻ പ്ലോട്ടിൽ അവർ പിടിച്ച് എടുത്ത് ഇറക്കിയ നല്ലൊരു മൂവി. എവിടെയും കാണുന്ന വ്യൂസിന് ഇത്തിരി ഒരു ലാഗ് കൊടുക്കാതെ നല്ല രീതിയിൽ ഒരു തുടങ്ങി നല്ല രീതിയിൽ അത് എൻഡ് ചെയ്യാനും പറ്റി. സോ ഇത് എന്താ പറയുന്ന ഒരു നമ്മുടെ പഴയ WWE ആ ഒരു ഇത് കണ്ടവർക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിരിക്കും. നമ്മുടെ മെയിൻ കുറേ റെഫറൻസും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ക്യാമിയോസ് ആണെങ്കിലും ഞാൻ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ക്യാമിയോ ആണെങ്കിലും അത് അടിപൊളിയാണ്. പക്ഷേ ഒരു എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു എന്താ പറയുക ഒരു വീക്കായ പോലെ എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ അത് ഈ മൂവീനെ ബാധിച്ചിട്ടേ ഇല്ല. മൂവി ആദ്യം തൊട്ട് അവസാനം വരെ പക്ക ഒരു എൻ്റർടൈനറാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇതിലെ ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇൻ്റർവൽ പഞ്ച് സീനാണെങ്കിലും അടിപൊളി സാധനമാണ്. ആ ഒരു ഫൈറ്റ് സീനാണെങ്കിലും ഫൈറ്റ് സീൻസ് എടുത്തു വെച്ച് നമ്മൾ സ്ഥിരം കാണുന്ന ഫൈറ്റ് അല്ല, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ലൈറ്റിംഗ് ആണെങ്കിലും ആ ഒരു സിനിമാറ്റോഗ്രഫി നമ്മൾ കാണുന്ന ആ ഒരു വിഷ്വൽസ് എല്ലാം അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് ഈ എന്താ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, നിങ്ങൾക്ക് ഫുള്ളൊന്ന് വൈബ് അടിക്കാനാണെങ്കിൽ ഈ മൂവി ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും.